രാജ്യത്തെ ഒരു ശത്രുവിനോടും ചെയ്യാൻ പാടില്ലാത്ത മഹാപാതകമാണ് ജൂൺ 4-ന് RSSനോട് അയോധ്യയിലെ ജനങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 1992 മുതൽ തുടങ്ങിയ പണിയാണ്. ഒരു രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി 92 തുടങ്ങിയെങ്കിലും അതിനു മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് ആസൂത്രണം നടത്തി വിഗ്രഹം കൊണ്ടാച്ചി, അങ്ങനെ 10-60 വർഷത്തെ പരിചയ സമ്പത്ത്, 10-60 വർഷത്തെ പ്രയത്നം. ഒടുവിൽ 2024 രാമക്ഷേത്രം നിർമ്മിച്ചു അയോധ്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പകലന്തിയോളം വെള്ളം കോരിയിട്ട് അവസാനം കലമുടക്കുക, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ സംഘപരിവാരത്തിന്, RSSന് രാജ്യത്ത് മുട്ടൻ പണി കിട്ടിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ RSSന്റെ ചരിത്രത്തിൽ, RSS ഉണ്ടായ ചരിത്രത്തിൽ ഇത്രയും വലിയ തിരിച്ചടി ഒരിക്കൽ പോലും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു തിരിച്ചടിയാണ് ഈ ഒരു അയോധ്യയിലെ പരാജയം. ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ ഫാക്ടറി എന്നറിയപ്പെടുന്ന അയോധ്യയിൽ, UP-യിൽ ലഭിച്ച പരാജയം, ഇന്ത്യ സഖ്യത്തിലൂടെ SP-യിലൂടെ RSSന് ലഭിച്ച പരാജയം, ഇതിലും പരം നാണക്കേട് മറ്റൊന്നില്ല എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. RSSനോട് പോലും ചോദിച്ചാൽ രാജ്യത്ത് ഏറ്റവും വലിയ നിങ്ങളുടെ ഭരണ നേട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏത് ഉറക്കത്തിലും വിളിച്ചു പറയും രാമക്ഷേത്രമെന്ന്. ആ രാമക്ഷേത്രം അവിടെയുള്ള മഹാഭൂരിപക്ഷം ഹിന്ദു സമൂഹവും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ, അല്ലെ അത്തരം രാമക്ഷേത്രം കഴിഞ്ഞ 32 വർഷത്തെ പ്രയത്നത്തിന് ശേഷം നൽകിയ രാമക്ഷേത്രത്തിന് പുല്ലുവില നൽകിയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ നമ്മളെ മലബാർ മുസ്ലിം ലീഗിൻ്റെ നിലപാട് കൂടി നമ്മൾ ഒന്ന് ഇഴകേറി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത് അയോധ്യയിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടി ഈ ഒരു വീഡിയോ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. ഇന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം, അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം, അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിന്റെ ആവശ്യമാണ്. അത് അദ്ദേഹത്തിന്റെ വളരെ മതേതരപരമായിട്ടുള്ള ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ല. രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം. ഏത് ശ്രീരാമക്ഷേത്രം? ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ, 1000 വർഷത്തോളം പഴക്കമുള്ള ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർത്തതിന് ശേഷം, അതിൻ്റെ തറക്കല്ലടക്കം മാന്തിയതിന് ശേഷം അവിടെ നിർമ്മിക്കുന്ന രാമക്ഷേത്രമാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന എന്ന് പറഞ്ഞത്. അതേപോലെ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ ആവശ്യമായിരുന്നു അയോധ്യയിൽ, ഹിന്ദുക്കളുടെ ആവശ്യമായിരുന്ന പോലെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ. എന്നാൽ മഹാഭൂരിപക്ഷം പോയിട്ട് രാജ്യത്തെ അയോധ്യയിലെ ജനങ്ങൾക്ക് പോലും ഒരു താല്പര്യവുമില്ലാത്ത, അതിനെ ഒരു ഭരണ നേട്ടമായിട്ട് പോലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത അത്തരത്തിലൊരു ക്ഷേത്രം നിർമ്മിച്ചതിൻ്റെ പേരിൽ സംഘപരിവാരത്തിനോടൊരു കടപ്പാടുമില്ലാത്ത, അവരെ ഒരു കേവലം 10 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പോലും വിജയിപ്പിക്കാൻ അതിനുള്ള മനസ്സ് പോലും കാണിക്കാത്ത ആളുകളെ നിങ്ങൾ അയോധ്യയിൽ ജൂൺ 4-ന് കണ്ടിട്ടുണ്ടാകും എന്നാണ് തങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കിയ മതേതരത്വം ഏതെങ്കിലും പള്ളി പൊളിച്ചിട്ട് രാമക്ഷേത്രം നിർമ്മിക്കുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രം പൊളിച്ചിട്ട് പള്ളി നിർമ്മിക്കുന്നതിലോ അല്ല എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്നാലും ബാക്കിയുള്ള ഭാഗം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ
അപ്പോൾ ബാക്കി കൂടി നിങ്ങൾ കേട്ട് കാണും. അതിൽ നമ്മൾ പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല. അതിൽ നമുക്ക് പ്രത്യേകിച്ച് വികാരമുണ്ടാവേണ്ട ആവശ്യമില്ല. അത് ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഏത് ബഹുസ്വര സമൂഹത്തിൻ്റെ? ഏത് വിശ്വാസം? അതായത് ഒരു പള്ളി പൊളിച്ചുകൊണ്ട് സർക്കാർ പൊളിച്ചു കൊടുക്കുന്നതല്ല. RSSൻ്റെ കുറേ ആളുകൾ, കേരളത്തിൽ നടക്കം RSSൻ്റെ ആളുകൾ ഇഷ്ടികയും അതിനു വേണ്ടിയുള്ള പൂജയ്ക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികളടക്കം എടുത്തു പോയിട്ട് രാജ്യത്തെ മിലിറ്ററിയും പോലീസ് സംവിധാനത്തെയും എല്ലാ സംഗതികളും നമ്മൾ ആ വാർത്തകളൊക്കെ ഒരുപാട് കണ്ടതാണ്. എല്ലാ സംവിധാനത്തെയും നോക്കുകുത്തിയായിട്ട് RSS വന്ന് പൊളിച്ച് അവിടെ നിർമ്മിച്ച രാമക്ഷേത്രം. അതൊരു ബഹുസ്വര സമൂഹത്തിൻ്റെ വിശ്വാസമാണ് പോലും. നമ്മുടെ നാട്ടിൽ ഒരു ക്ഷേത്രം പൊളിച്ചുകൊണ്ട് അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയോ അല്ലെ മുസ്ലിം പള്ളിയോ സ്ഥാപിച്ചു കൊടുക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ വിശ്വാസമാകുമോ എന്നുകൂടി അദ്ദേഹം ചിന്തിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനടിയിൽ പള്ളിയുടെ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ബന്ധപ്പെട്ട ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പ്രദേശമാണെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെയും അതേപോലെ ഭരണകൂടത്തെയും നീതിപീഠത്തെയും നോക്കിയാക്കി കുത്തിക്കൊണ്ട് എന്നിട്ട് അവിടെ ഒരു അമ്പലം പൊളിച്ചതിന് ശേഷം അവിടെ ക്ഷേത്രം പണിയുകയും ഒരു പള്ളി പണിയുകയും അതിന് സമീപത്ത് തന്നെ ഏതെങ്കിലും ഒരു മൂലയിൽ ക്ഷേത്രം പണിത് കൊടുക്കാം എന്ന് പറയുന്നതും ഒരു ബഹുസ്വര സമൂഹത്തിന്റെ വിശ്വാസമാണ് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഏത് രീതിയിലായിരിക്കും മറുപടി വരിക? ഈ വർഗീയത, തീവ്രവാദം ഇസ്ലാമിലില്ല. ഇത് അങ്ങേയറ്റം രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും മുഴുവൻ മുസ്ലിങ്ങളും മാപ്പ് പറയേണ്ട അവസ്ഥയാണ് എന്നൊക്കെ അദ്ദേഹം പറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ RSSന് ട്രൗസർ അടിപ്പിച്ചുകൊണ്ട് കുളിച്ച് കുപ്പായമിട്ട് നല്ല മൊഞ്ചനാക്കി നിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം നമ്മൾ കണ്ടു. പക്ഷെ ആ ആവേശം അയോധ്യയിലെ ജനങ്ങൾക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെറ്റ തള്ളക്കില്ലാത്ത സങ്കടം പോറ്റിയ മുത്തച്ഛിക്ക് വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് മതേതര സർട്ടിഫിക്കറ്റ് ഈ രീതിയിൽ RSSനെ തൊട്ട് തലോടിയിട്ട് തന്നെയാണ് നേടിയെടുക്കുന്നത് എന്ന് ഇത്തരം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ നിന്നും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.